കോഴിക്കോട് വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ കാലാവധി കഴിഞ്ഞ DNS മരുന്ന് നൽകി എന്നൊരു പരാതി. തലകറക്കവും പനിയും ബാധിച്ച് 2 പെൺകുട്ടികൾക്കാണ് നവംബറിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയത്. മരുന്ന് കഴിച്ച കുട്ടികൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയതിൽ ആശുപത്രി അധികൃതർ വീഴ്ച സമ്മതിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ആശുപത്രിയിൽ പരിശോധന നടത്തുന്നു. സിനോയ് തോമസ്, ഇത് DNS ആയതുകൊണ്ട് അവിടെ നിന്നു. മറ്റേതെങ്കിലും മരുന്നാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം എന്താകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത് എങ്ങനെയാണ് ഈ വീഴ്ച സംഭവിച്ചത്? എന്തായാലും വീഴ്ച സമ്മതിച്ചിരിക്കുന്നു അധികൃതർ, അല്ലേ? അതെ അരുൺകുമാർ, വലിയ ഗുരുതര വീഴ്ച തന്നെയാണ്. ചികിത്സാ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. 17 വയസ്സുള്ള മണിയൂർ സ്വദേശിയായ പെൺകുട്ടി പനി ബാധിച്ചെത്തുന്നു. ഒപ്പം തന്നെ മറ്റൊരു പെൺകുട്ടി തലകറക്കം ബാധിച്ചെത്തുന്നു. അങ്ങനെ ചികിത്സയ്ക്ക് രണ്ടുപേരും അടുത്തടുത്ത കിടക്കയിലാണ് കിടത്തുന്നത്. ക്ഷീണമായതുകൊണ്ട് തന്നെ DNS നൽകണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പറയുന്നത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ട്രിപ്പ് ഇടുക എന്ന് പറയുന്നത്, അതാണ് DNS. അത് നൽകുന്നു. അതിൽ തലകറക്കം ബാധിച്ച കുട്ടിയുടെ DNS 500 മില്ലി തീരുന്നു. ആ സമയത്താണ് രക്ഷിതാക്കൾ ഈ ബാഗ് നോക്കുന്നത്. ആ സമയത്താണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ നവംബർ മാസം, അതായത് 2025 നവംബറിൽ കാലാവധി തീർന്ന മരുന്നായിരുന്നു. മറ്റൊരു കുട്ടിക്ക് കുറച്ച് പകുതി മരുന്ന് കയറുകയും ചെയ്തിരുന്നു. ഉടൻ തന്നെ നഴ്സുമാർ വിവരം അറിയിക്കുന്നു. നഴ്സുമാർ ഓടിയെത്തി ആ 2 മരുന്ന് ബാഗ് എടുത്തുകൊണ്ട് പോയി ഒളിപ്പിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ബഹളം വെച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി ആ ബാഗ് പിടിച്ചെടുക്കുന്നത്. ഏതായാലും DMIക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വീഴ്ച സമ്മതിച്ചിട്ടുണ്ട്. വീഴ്ച സമ്മതിച്ചിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് അതൊക്കെ നോക്കണ്ടേ?